നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ പുറത്തുവരുന്ന നിർണായകമായൊരു വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ശശിധരൻ കടത്തയുടെ മകളെ ചോദ്യം ചെയ്തിരുന്നു. ഇനിതാ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് ശരൺ എസ് കർത്തയും ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്തയുമാണ്. രണ്ടുപേരും ചോദ്യം ചെയ്യലിനായി ED ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. കൊച്ചിയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. CMRL MT ആണ് ശശിധരൻ കർത്തയുടെ മകൻ ശരൺ. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്ന ജയ. എംപവർ വീണയ്ക്ക് 2 തവണയായി 50 ലക്ഷം വായ്പ നൽകിയിരുന്നു. ആദ്യ തവണ തിരിച്ചടവ് മുടങ്ങി, പക്ഷെ വീണ്ടും വായ്പ അനുവദിച്ചു. ഇത്തരത്തിൽ തിരിച്ചടവ് മുടങ്ങിയിട്ടും വീണ്ടും എന്തിനു വായ്പ അനുവദിച്ചു? അതും 50 ലക്ഷം രൂപ എങ്ങനെ, ഇത്രയും ലക്ഷങ്ങൾ എങ്ങനെയാണ് തിരിച്ചടവ് മുടങ്ങിയിട്ടും അനുവദിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇത് കണ്ടെത്തുകയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്നതിന് ചോദ്യം ചെയ്യൽ നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ TKD സമൻസ്, രണ്ടാമത്തെ സമൻസും അയച്ചിട്ടുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ നാളെ നടക്കും. നാളെയും ഹാജരായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ഇന്നലെയാണ് ചോദ്യം ചെയ്തത്. CMRL ഡയറക്ടറായ ഷിബി CMRLുമായി ബന്ധമുള്ള നിപുണ ഇന്റർനാഷണൽസിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഷിബിയെ ചോദ്യം ചെയ്തത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടികയിലുള്ള സ്ഥാപനമാണ് നിപുണ ഇന്റർനാഷണൽ. എന്തായാലും തങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നവരെല്ലാം വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. വീണയ്ക്ക് നേരത്തെ സമൻസ് അയച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ച് സാവകാശം തേടിയിരുന്നു. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകൾ അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്ന ആവശ്യമൊക്കെ ED തള്ളിയിരുന്നു. ഇത്രയും സാവകാശം നൽകില്ല. ബുധനാഴ്ച, അതായത് നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ED വീണ്ടും വീണയ്ക്ക് സമൻസ് അയച്ചിരുന്നു. നാളെ ഹാജരാകുമോ ഇല്ലയോ എന്നതൊരു ചോദ്യമായി തന്നെ ഒരു വശത്ത് നിൽക്കുകയാണ്. PMLA വകുപ്പ് 50 പ്രകാരം കിട്ടിയ സമൻസിൽ കക്ഷി നേരിട്ട് ഹാജരാകുമെന്നാണ് വ്യവസ്ഥ. CMRL നിന്ന് കിട്ടിയ 2 കോടി എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വീണയിൽ നിന്ന് വ്യക്തത തേടാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. CMRL ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനമായിട്ടുണ്ട്. കേസിൽ EDക്ക് അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഈ നടപടി സ്വീകരിച്ചത്. അതേസമയം CMRLനും എക്സാലോജിക്കിനും ഇടയിൽ നടന്ന അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് കർത്തയോടും കുടുംബാംഗങ്ങളോടും ED പ്രധാനമായും അന്വേഷിക്കുന്നത്. നിപുണ ഇന്റർനാഷണൽ ആണ് CMRLന്റെ ചരക്ക് ഗതാഗതത്തിനായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയിരുന്നത്. വ്യാജ ചെലവുകൾ കാണിച്ചായിരുന്നു CMRLന്റെ 182 കോടിയുടെ ഇടപാടുകൾ. അനിൽ ആനന്ദ പണിക്കരും ശരൺ എസ് കർത്തയും ഷിബി കർത്തയുമാണ് നിപുണയുടെ ഡയറക്ടർമാർ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എറണാകുളത്ത് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പ്രതിചേർക്കപ്പെട്ട ഗുണഭോക്തൃ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നിപുണ ഇന്റർനാഷണൽ. നേരത്തെ ED നിപുണയിലും റെയ്ഡ് നടത്തിയിരുന്നു. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയ്ക്കും ഇതിനോടനുബന്ധിച്ചാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസം ഹാജരാകാൻ നിർദ്ദേശം നൽകിയതാണ്, പക്ഷേ കഴിഞ്ഞ ദിവസം ഹാജരായില്ല. ഇന്നിപ്പോൾ ഹാജരായിരിക്കുന്നു. അവർക്ക് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ED നിരത്തുന്നുണ്ട്. അതിനവർ എന്തും മറുപടി നൽകുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി വീണയെ ചോദ്യം ചെയ്യുക. എന്തായാലും നാളെ ചോദ്യം ചെയ്യലിന് വീണ എത്തുമോ എന്നതൊരു ചോദ്യമായി ഉയരുകയാണ്. എന്തെങ്കിലും അതായത് മെയിൽ അത്തരത്തിൽ എത്തില്ല എന്നാണെങ്കിൽ ഇന്ന് മെയിൽ അയക്കാനാണ് സാധ്യത. അതായത് ചോദ്യം ചെയ്യൽ തലേ ദിവസം മെയിൽ അയക്കാനാണ് സാധ്യത. അത്തരത്തിൽ വീണ്ടും ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് വരാനാകില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് EDയുടെ മറുപടി? ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കാനാകില്ല എന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് EDയുടെ നിലപാട്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. നാളെ ഒരു 3 വട്ടം ഇത്തരത്തിൽ സമൻസ് നൽകും. അതിനുശേഷം എന്താണ് സംഭവിക്കുക? അതായത് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ നേരത്തെ സാമൂഹിക നിരീക്ഷകൻ രാജേന്ദ്രൻ ബന്ധുള്ള മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ചില പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ഇവരുടെ കോർപ്പറേറ്റ് എതിർപ്പ് ഒരു കാപട്യം മാത്രമാണെന്നുള്ളതിന് തെളിവാണ്. ഇനിയിപ്പോ CPM ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അവരെ കേരളത്തിന് അവരെ ഒരു ഗവൺമെന്റിൽ അവരെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ക്രൈംബ്രാഞ്ചിനെയോ അല്ലെങ്കിൽ മറ്റു പോലീസുകാരെയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ED അറസ്റ്റ് ചെയ്യിപ്പിച്ചനെ അവര്. പക്ഷെ അധികാരം കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഇപ്പോ ആ തരത്തിൽ ഒരു നേരിടൽ ഇപ്പോൾ നടക്കില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ അടുത്ത് എന്നിട്ട്, കാരണം ഈ അഴിമതിക്കാരെല്ലാം ഇന്ത്യ മുന്നണിയിലുള്ളവരായാലും അല്ലെങ്കിലും ഇന്നിപ്പോ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. ഏറ്റവും ഈ രാഷ്ട്രീയ ശത്രുക്കളെ മാത്രമൊന്നും അല്ല ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വെറും തട്ടിപ്പ് പറച്ചിലാണ്. അങ്ങനെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യാതൊരു വിധമായ നിയന്ത്രണങ്ങളും അവർക്കില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു.
അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ അതിനെതിരായിട്ട് ഇന്ത്യ മുന്നണിയെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് ഇവരിങ്ങനെ ചെയ്യുന്നു, രാഷ്ട്രീയ വിദ്വേഷമാണ്, രാഷ്ട്രീയ പകപോക്കലാണ് എന്നൊക്കെ പറയിപ്പിക്കാനൊരു ദുർബലമായ ശ്രമം. അതും വിജയിക്കാനൊന്നും പോകുന്നില്ല. കാരണം അതിനേക്കാളുള്ള വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ, എന്നുള്ള ട്രാപ്പിലായിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. അവർക്ക് നേരെയും കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും അങ്ങനൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഒരു രക്ഷയുമില്ല. ഇത് ചോദ്യം ചെയ്യലുണ്ടാവും. ചോദ്യം ചെയ്യൽ മറുപടി കിട്ടാതെ വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രം നേരത്തെ അതിനെ സമർപ്പിച്ചിട്ടുള്ളതാണ്. പുതിയ കുറ്റപത്രം സമർപ്പിക്കും. കാരണം പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു കുറ്റം തന്നെയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഈ കർത്തയും അത് അനുഭവിക്കേണ്ടി വരും. കാരണം കരിമണലിലാണ് കർത്തയുടെ കുറ്റകൃത്യത്തിന്റെ വേരുകൾ സ്ഥിതി ചെയ്യുന്നത്. ആ കരിമണലിനെ റൂട്ടയിലാക്കുകയാണെന്നാണ് കമ്പനി പറയുന്നതെങ്കിലും റൂട്ടയിലല്ലാത്ത പല രൂപങ്ങളിലും ഒരുപക്ഷെ വളരെ 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 രാജ്യദ്രോഹകരമായ രീതിയിൽ അതിന്റെ കൈമാറ്റം ഉണ്ടാവണം. അതുകൊണ്ടാവണം പത്രക്കാർക്ക്, മാധ്യമ മുതലാളിമാർക്ക്, രാഷ്ട്രീയ ദല്ലാൽമാർക്ക്, നേതാക്കൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക് ഒക്കെ വലിയ തുകകൾ സംഭാവന ചെയ്യാനുള്ള വരുമാനം നമ്മുടെ ആലപ്പാട് മുതലായ മേഖലകളിൽ നിന്ന് മണൽ ഖനനം ചെയ്യുന്ന ഒരു സംവിധാനത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ വൻ അഴിമതി നടത്തണമെങ്കിൽ, വൻ പണം കൊടുക്കണമെങ്കിൽ അതിന്റെ 10 മടങ്ങോ അല്ലെങ്കിൽ 100 ഇരട്ടിയോ ലാഭം ആ കമ്പനി കൊയ്യുന്നുണ്ടാവണം. അങ്ങനെ കൊയ്യുന്നുണ്ടെങ്കിൽ അത് റൂട്ടയിലിനെ അടിസ്ഥാനമാക്കി മാത്രമുള്ള പ്രവർത്തനമല്ല അവിടെ നടക്കുന്നത്. അവിടെ മണ്ണിൽ ധാതു മണലെന്ന് നമ്മൾ പറയുന്ന ഇൽമനൈറ്റ്, മോണസൈറ്റ്, ടൈറ്റാനിയം തുടങ്ങിയ പല വസ്തുക്കളും ഇതിൽ നിന്ന് വേർതിരിച്ച് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു മൂലകം കൂടി ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോറിയം. അപ്പൊ ആ രീതിയിൽ ഇവർ വേർതിരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ അന്വേഷണം വരുമ്പോൾ ഇതൊരു ഫൈനാൻഷ്യൽ ക്രൈം എന്നുള്ളതിനപ്പുറം പോയിട്ട് രാജ്യദ്രോഹം എന്നുള്ള കുറ്റങ്ങളിലേക്കൊക്കെ പോകുന്ന മാനങ്ങളുള്ള ഒരു കേസിന്റെ തുടക്കം മാത്രമാണിതെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അറിവ്. ആ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കേരളത്തിനോട് തന്നെ പ്രത്യേകിച്ച് ദ്രോഹം. അവിടെയാണ് ആലപ്പാട് ഏരിയയിലാണ് സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച് ഏറ്റവും അധികം കടലിന്റെ ക്ഷോഭം ഉണ്ടായ പ്രദേശമാണ്. അതിപ്പോ അതിന്റെ ആ മണ്ണെന്ന് പറയുന്നത് ഇല്ലാതായി കടൽ കയറി ആക്രമിച്ചിരിക്കുകയാണ്. കടലാക്രമണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു നാരോ ബെൽറ്റാണത്. പാരിസ്ഥിതികമായിട്ട് കേരളത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, കേരളം പോലുള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കടലെടുക്കാൻ അധിക സമയം വേണ്ട. അതിനത്രയേ ഉള്ളൂ അതിന്റെ ഒരു വീതിയും കാര്യങ്ങളും ഒക്കെ വളരെ ചെറിയ. ഇതിനേക്കാൾ വലിയ ദ്വീപുകളൊക്കെ കടൽ ക്ഷോഭത്തിന്റെ ഫലമായിട്ട് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ പാരിസ്ഥിതികമായിട്ട്, രാജ്യദ്രോഹപരമായിട്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെയുള്ള ക്രൈം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വിശാലമായ മാനങ്ങളുള്ള ഒരു കേസിന്റെ തുടക്കമാണ്. ഈ തുക എന്ന് പറയുന്നതല്ല പ്രശ്നം, അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളിലാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു കേസ്. മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വീണ പോകാത്തത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ തക്ക ന്യായമില്ല. ഇറ്റ് ഈസ് ആൻ എക്സ്ക്യൂസ്, ഒരു മുഖന്തൻ ന്യായം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.